ഹായ് ഗൈസ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കോതമംഗലത്തുള്ള മിനി സ്വിറ്റ്സർലൻഡിലേക്കാണ്. ഇരുവശവും നല്ല പച്ചപ്പുള്ള ഈ കുഞ്ഞു വഴിയിലൂടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കണ്ണെത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ആ പുൽമേടുകളുടെ കാഴ്ച തുടങ്ങുകയായി. വേനൽക്കാലത്ത് ഡാമിൻ്റെ വെള്ളമിറങ്ങി പുഴയുടെ മൺതിട്ടകളിൽ പച്ച പുല്ല് മൂടുന്ന ഒരു മാന്ത്രിക ലോകമാണിത്. ഈ പച്ച പുൽത്തകിടിയിലൂടെ പതുക്കെ ഒഴുകിപ്പോകുന്ന ഈ കുഞ്ഞു അരുവികൾ കണ്ടോ? അതാണ് ഈ സ്ഥലത്തിന് ശരിക്കും ഒരു യൂറോപ്യൻ ഗ്രാമത്തിന്റെ ഭംഗി നൽകുന്നത്. അരുവിക്ക് കുറുകെയുള്ള ഈ കുഞ്ഞു പാലത്തിലൂടെ കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ആകാശത്തോളം മുട്ടി നിൽക്കുന്ന മലനിരകളും ശാന്തമായി ഒഴുകുന്ന പെരിയാറും നമുക്ക് കാണാം. ശരിക്കും ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ. ആകാശത്തെ മേഘങ്ങളെ പോലും ഉള്ളിലൊളിപ്പിച്ച് ശാന്തമായി ഒഴുകുന്ന ഈ തെളിനീര് കണ്ടോ? വലിയ ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും മനസ്സിന് ഭയങ്കരമൊരു പോസിറ്റീവ് എനർജി തരാൻ ഈ കാഴ്ചകൾക്ക് കഴിയും. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളും സ്ട്രെസ്സും ഒക്കെ എങ്ങോട്ട് പമ്പ കിടക്കുന്ന ഒരു ഫീലാണ്. ഈ പുൽത്തകിടിയിലേക്ക് വന്നു വീഴുന്ന ആ സായന്തന വെയിൽ കണ്ടോ? പ്രകൃതിയുടെ ഈ ശാന്തത അനുഭവിച്ചറിയാൻ ഒരൊറ്റ ദിവസമെങ്കിലും നമ്മൾ ഇങ്ങോട്ട് വരണം. ഈ മനോഹരമായ ആകാശത്തിന് താഴെ ദൂരെ ആ അതിരുകളിൽ നാടിയ ചുവന്ന കൊടികൾ കൂടിയാകുമ്പോൾ ഈ പുൽമേടിന്റെ ഭംഗി ഇരട്ടിയാകുന്നത് പോലെ തോന്നും. ആ പുൽത്തകിടിക്ക് അപ്പുറത്തായി ആകാശത്ത് മുട്ടി നിൽക്കുന്ന ആ കുന്നിൻ ചെരുവുകളും പച്ചപ്പും കൂടിയാകുമ്പോൾ ശരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു അന്യഗ്രഹത്തിൽ എത്തിയതുപോലെയുള്ള ഒരു അത്ഭുതമാണ് തോന്നുക. പുൽമേടുകൾ താണ്ടി നമ്മൾ നേരെ വന്നെത്തുന്നത് ശാന്തമായി ഒഴുകുന്ന പെരിയാർ നദിയുടെ ഈ തീരത്തേക്കാണ്. വേനൽക്കാലത്ത് വെള്ളമിറങ്ങുമ്പോൾ മാത്രം തെളിഞ്ഞു കാണുന്ന ഈ മൺതിട്ടകളും പുഴയുടെ ഈ ഒരു ശാന്തതയും ശരിക്കും കണ്ടു തന്നെ അറിയേണ്ടതാണ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും ഫോൺ കോളുകളിൽ നിന്നും ഒക്കെ മാറി കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ ഇതിലും നല്ലൊരു സ്പോട്ട് വേറെ കിട്ടില്ല. പ്രകൃതി അതിന്റെ ഭംഗി മുഴുവൻ ഇവിടെ വാരി വിതറിയിട്ടുണ്ടെന്ന് തോന്നിപ്പോകും. വെറുതെയല്ല ആളുകൾ ഇതിനെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്നത്. ഒരു പുലർച്ചെ 8 മണിക്ക് മുൻപ് വരികയാണെങ്കിൽ മൂടൽമഞ്ഞിന്റെ ഒരു വെള്ള പുതപ്പ് ഈ പുൽമേടിനെ മൂടിയിരിക്കുന്നത് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.